കാസർഗോഡ് പൂച്ചക്കാട്ടെ പ്രവാസി വ്യവസായി അബ്ദുൾ ഗഫൂറിന്റെ മരണം കൊലപാതകമെന്ന് പോലീസ്. കേസിൽ മന്ത്രവാദിനിയായ യുവതി ഉൾപ്പെടെ 4 പേരെ അറസ്റ്റ് ചെയ്തിട്ടുണ്ട്. സ്വർണം ഇരട്ടിപ്പിക്കാമെന്ന് പറഞ്ഞ് ഗഫൂറിന്റെ വീട്ടിൽ മന്ത്രവാദം നടത്തി 596 പവൻ സ്വർണമാണ് തട്ടിയെടുത്തത്. സ്വർണം തിരികെ നൽകേണ്ടി വരുമെന്ന് കരുതിയാണ് കൊല നടത്തിയത്. 2023 ഏപ്രിലാണ് ഗഫൂറിനെ കിടപ്പുമുറിയിൽ മരിച്ച നിലയിൽ കണ്ടെത്തിയത്. അർച്ചന രവീന്ദ്രൻ നൽകും കൂടുതൽ വിവരങ്ങൾ. അർച്ചന, ഇപ്പോൾ ഈ കൊലയ്ക്ക് പിന്നിലെ കാരണവും ആരാണ് ചെയ്തത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ കൂടുതൽ വ്യക്തത വരികയല്ലേ? സുജിയ പറഞ്ഞതുപോലെ ഇപ്പോൾ തെളിവെടുപ്പാണ് നടക്കുന്നത്. കാസർഗോഡ് പൂച്ചക്കാട്ടെ അബ്ദുൾ ഗഫൂർ ഹാജി ഏകദേശം ഏപ്രിൽ 14, 2023 ഏപ്രിൽ 14 മരിച്ചിരുന്നത്. ഇപ്പോൾ അദ്ദേഹത്തിന്റെ കേസുമായി ബന്ധപ്പെട്ട് അരമന, അതായത് കാസർഗോട്ടെ അരമന ജ്വല്ലറിയിൽ തെളിവെടുപ്പ് നടത്തുന്നു. ആഭിചാര ക്രിയ നടത്തിയതുമായി ബന്ധപ്പെട്ട ഒരു കൊലപാതകമായിരുന്നു നടന്നത്. 2023 കേസിന് ആസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ, അതായത് ഈ അബ്ദുൾ ഗഫൂർ ഹാജി അദ്ദേഹത്തിന്റെ വീട്ടിൽ വെച്ചൊരു ആഭിചാര ക്രിയ നടന്നിരുന്നു. ആ ക്രിയയുമായി ബന്ധപ്പെട്ട് സ്വർണം, അതായത് ഏകദേശം 596 പവനോളം രൂപ വരുന്ന സ്വർണം അവിടെ അദ്ദേഹം ഈ ഒരു ആഭിചാര ക്രിയ നടത്തിയ സംഘത്തിന് കൊടുത്തിരുന്നു. പിന്നാലെ ഈ ഒരു സംഘം ഈ ഒരു ഹാജി ഈ ഒരു സ്വർണം ഇദ്ദേഹത്തിന്റെ പക്കൽ നിന്ന് മേടിച്ചിരുന്നു. അങ്ങനെയാണ് ഇപ്പോൾ ഈ ഒരു കേസിനാസ്പദമായ സംഭവം ഉണ്ടായിരിക്കുന്നത്. 2023 ഈ ഒരു സംഭവം ഉണ്ടായത്. ഈ ഒരു അബ്ദുൾ ഗഫൂർ ഹാജി കിടപ്പുമുറിയിലാണ് മരിച്ച നിലയിൽ കണ്ടെത്തിയിരിക്കുന്നത്. അദ്ദേഹത്തിന്റെ കൊലപാതകത്തിന് ശേഷം വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഈ ഒരു ആക്ഷൻ കമ്മിറ്റിയുടെ, പ്രദേശവാസികളുടെ അല്ലെങ്കിൽ ബന്ധുക്കളുടെ ഭാഗത്ത് നിന്ന് വലിയ രീതിയിലുള്ള പ്രതിഷേധങ്ങൾ ഉണ്ടായിരുന്നു. ആക്ഷൻ കമ്മിറ്റികൾ രൂപീകരിച്ചിരുന്നു. ഇതിനെ ഈ ഒരു വിഷയം വേണ്ട വിധം പോലീസുകാർ അന്വേഷിക്കുന്നില്ല. അത്തരത്തിലുള്ള ആരോപണങ്ങൾ ഉയർത്തിയാണ് അന്വേഷണം നടന്നിരുന്നത്, അല്ലെങ്കിൽ പ്രതിഷേധം നടന്നതിന്റെ ആസ്പദമാക്കിയിട്ടാണ് വലിയ പ്രതിഷേധങ്ങളടക്കം ഉണ്ടായത്. തുടർന്ന് പോലീസ് കബറടക്കിയ മൃതദേഹമടക്കം പുറത്തെടുത്ത ഒരു സാഹചര്യം ഉണ്ടായിരുന്നു. തുടർന്നാണ് ഈ ഒരു ഡിസ്ട്രിക്ട് ക്രൈം റെക്കോർഡിംഗ് ബ്യൂറോ അടക്കമുള്ള ആളുകൾ അന്വേഷണവുമായി രംഗത്തെത്തിയത്. തുടർന്നാണ് ഇന്ന് കൂളിക്കുന്ന് സ്വദേശിയായ ജിന്നുമയെയും ഭർത്താവ് ഉബൈസിനെയും, ഒപ്പം തന്നെ പൂച്ചക്കാട് സ്വദേശിയായ അൻസിഫിനെയും മധൂർ സ്വദേശിയായ ആയിഷയെയും പ്രതിയാക്കി ഇപ്പോൾ അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഈ ഒരു തെളിവെടുപ്പ് നടക്കുന്ന ഒരു കാഴ്ചയാണ് നമ്മൾ കാണുന്നത്. കാസർഗോഡ് അരമന സ്വർണ്ണ അല്ലെങ്കിൽ ജ്വല്ലറിയിൽ വെച്ചാണ് ഇപ്പോൾ തെളിവെടുപ്പ് നടത്തിയിരിക്കുന്നത്. എന്തായാലും 4 പ്രതികളെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത്. ഓക്കെ, അർച്ചന രവീന്ദ്രനാണ് കാസർഗോഡ് നിന്ന് വിവരങ്ങൾ നൽകിയത്. ഈ വാർത്ത